ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കരയില്ലേ പത്മേ? എനിക്ക് പ്രതാപേട്ടൻ ജീവന. എന്തായാലും നീ വിശ്രമിക്കുക പ്രതാപ. വാ മോളെ. ആ പത്മ എവിടെ? ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാണല്ലോ. അവള് വരുന്നുണ്ട്. മോളെ പത്മേ. അച്ഛാ, മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. അതല്ല, എന്തോ ഉണ്ട്. നിന്റെ മുഖം കണ്ടാ എനിക്കറിഞ്ഞൂടെ? അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പ്രതാപന് ആപത്ത് പറ്റിയത് കൊണ്ടാ. അതിനെന്താ? അത് സാരമുള്ള മുറിവൊന്നുമല്ല. 2 ദിവസം കൊണ്ട് ആ മുറിവൊക്കെ കരിഞ്ഞോളും. ആന്റിബയോട്ടിക്സ് അല്ലേ ചെല്ലുന്നത്. തന്നെയല്ല, അവന് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവള് വിഷമിക്കുന്ന എന്തിനാന്ന് എന്റെ ചോദ്യം. അത് സ്വാഭാവികമല്ലേ സരസ്വതി? നമ്മുടെ മകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാ പ്രതാപന് മുറിവേറ്റത്. തീർച്ചയായും മോൾക്ക് അതിലൊരു വിഷമം ഉണ്ടാവും. എന്റെ മനസ്സിലുള്ള സംശയങ്ങള് ദേവേട്ടനോട് തുറന്നു പറയണോ? വേണ്ട, അതിന്റെ സംശയം മാത്രാണെങ്കിലോ ചിലപ്പോ അങ്ങനെയായിരിക്കും. മോളെ, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു സമ്മാനം തരാനാ. ഡാൻസ് മത്സരത്തിൽ നീ ജയിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുമെന്ന് എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു സമ്മാനമാണിത്. എന്റെ മോള് കൈവിരലിലൊന്ന് ഇട്ടുനോക്ക്. ഇനി അമ്മയുടെ സമ്മാനം അമ്മ തരും. ഇത് എന്റെ വകയൊരു സമ്മാനം. ഞാനും സരസ്വതിയും എത്ര ഭാഗ്യമുള്ളവരാ. ഒരേ ഒരു മകള്. ഞങ്ങളുടെ പ്രാർത്ഥന പോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉള്ളവൾ. സൂര്യമംഗലത്തിന്റെ ഐശ്വര്യ എന്റെ മോള്. പ്രതാപേട്ട, പ്രതാപേട്ടൻ മയങ്ങുമായിരുന്നോ? ഇല്ല,
മരുന്നിന്റെ ഒരു ചെറിയ ക്ഷീണം. ഞാൻ വന്നത് ഏയ്, പ്രതാപേട്ട എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏയ്. എന്താ പത്മേ കാണിക്കുന്ന? എന്റെ കാലിലൊന്നും വിടല്ലേ. എഴുന്നേക്ക്, എഴുന്നേക്ക് പത്മേ. ഇതാ. കരയില്ലേ? ഞാൻ ഏട്ടനെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്, ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തില് മോശമായ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു എന്റെ ഹറാസ്മെന്റ് ഒക്കെ. ഞാൻ ജീവിതത്തില് ഇത്രയും മോശമായ രീതിയിൽ പെരുമാറിയത് പ്രതാപേട്ടനോട് മാത്രമോ? ഞാൻ എത്ര മാപ്പ് ചോദിച്ചാലും എന്റെ സങ്കടം തീരില്ല പ്രതാപേട്ട. അതൊന്നും ഓർക്കല്ലേ പത്മേ. അതൊക്കെ ഞാൻ അന്നേ മറന്നു കഴിഞ്ഞു. തന്നെയല്ല, പത്മ എന്നെ എത്ര കളിയാക്കിയാലും എനിക്ക് വേദനിക്കാറില്ലായിരുന്നു. കാരണം എനിക്ക് മഹാദേവ വർമ്മ സാറിനോടും ഈ കോവിലത്തോടുള്ള ബന്ധമൊന്നും അത്ര ചെറുതല്ല പത്മേ. പത്മയുടെ വാക്കുകൾ ചെറിയ കുട്ടിയുടെ ഒരുതരം വികൃതിയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മാത്രമല്ല, പത്മയോട് ഒരുതരി പിണക്കം പോലും എനിക്കിപ്പോ ഇല്ല. ഇനി എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും പത്മയുടെ ഈ കണ്ണീരിൽ കഴുകിക്കളഞ്ഞു. പ്രതാപേട്ട, കരയില്ലേ? കരയില്ലേ പത്മേ? എനിക്ക് പ്രതാപേട്ടൻ ജീവന.